രണ്ട് വണ്ടി വന്നിട്ട് G2 എഞ്ചിനാണ് 10-20 ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടോ. സ്മിത്ത് മീറ്ററാണ്. ഇതിൻ്റെ ടാങ്കിനകത്തൊക്കെ അത്യാവശ്യം പെട്രോൾ സൈഡിൽ കിടപ്പുണ്ട്. ഇപ്പോൾ എന്തായാലും പുറത്തൊന്നും ഇറക്കാൻ പറ്റില്ല. ബാറ്ററി ഒന്നും ഇല്ലാതെ തന്നെ വണ്ടി സ്റ്റാർട്ടാകും. പക്ഷേ മാഗ്നറ്റിൽ എന്തൊക്കെയാണ് വണ്ടി സ്റ്റാർട്ടാണ്. കൈ കൊണ്ട് അടിച്ച് സ്റ്റാർട്ടായി വെക്കാം. എന്തായാലും നല്ല അത്രയ്ക്ക് കിടിലൻ വണ്ടി തന്നെയാണ്. കൈ കൊണ്ട് അടിച്ച സ്റ്റാർട്ടാണ്. ബാക്ക് ഫയർ അടിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും കൈ കൊണ്ട് അടിച്ച് നോക്കാം. അടി. ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ബുള്ളൻ്റെ വീഡിയോ സെറ്റാക്കാന്ന് വെച്ചാൽ അങ്ങനെ പഴയ വിൻറ്റേജ് വണ്ടിയായിട്ട് രണ്ട് വണ്ടി നമ്മളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ലോകത്തിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നു. അപ്പോൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോയിലോട്ടോ. അപ്പോൾ രണ്ട് വണ്ടിയും ഇതാ അടിപൊളിയായിട്ടോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെങ്കിലും മഴയുള്ള പോലെ ഇന്നും നല്ല മഴയുണ്ട്. 2 ദിവസമായിട്ട് നല്ല ഭയങ്കര മഴയാണ്. അപ്പോൾ രണ്ട് വണ്ടിയും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് 50 മോഡൽ, ഇത് 62 മോഡലാണ്. അപ്പോൾ കുറേ പേര് വീണ്ടും ചോദിച്ചായിരുന്നു ബുള്ളൻ്റെ വണ്ടി വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അധികം ഞാൻ ചെയ്തിട്ടില്ല. 1-2 വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ ഇതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളർ തൊട്ട് തുടങ്ങാം. നമ്മളെ വണ്ടി വരെ ഇതിന് ക്രോം കളറാണ്. പഴയ 1950 സെറ്റാക്കി ആക്കിയ ഒരു വണ്ടിയാണ് ഇതാ കാണുന്നുണ്ടോ. ഇതിൻ്റെ സൈസും കാര്യങ്ങളും ടയർ സൈസും എല്ലാം ഞാൻ പറയാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് വിൻറ്റേജ് വണ്ടിയായിട്ടുള്ള രണ്ട് വണ്ടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വാവ്, ലുക്കല്ലേ. ഒന്ന് ക്രോം കളർ, ഒന്ന് വേറൊരു കളർ, ഒരു കസ്റ്റം ചെയ്തെടുത്തൊരു കളറാണ്. അത് നമുക്ക് പിന്നെ കാണിക്കാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റോക്കായിട്ടുള്ള കളറാണ്. കളറല്ല, പ്ലേറ്റ് ചെയ്തൊരു സംഭവമാണ്. കൊള്ളാല്ലേ. വണ്ടി തുടച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് ഇന്ന് സെറ്റാക്കണം. മഴയുണ്ട്, പുറത്തൊന്നും നടക്കില്ല. ഇതിനകത്ത് വെച്ച് തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പെട്ടെന്ന് തീർക്കാനുള്ള ഒരു വീഡിയോ സെറ്റപ്പ് ആക്കാം. അപ്പോൾ എന്തായാലും കുറേ പേർ കൂട്ടുകാർക്ക് ചോദിക്കുന്ന പോലെ നമ്മൾ സെറ്റാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൂച്ചയൊക്കെ പോകും കണ്ടോ. പക്ഷേ ഈ രണ്ട് വണ്ടി വന്നിട്ട് G2 എഞ്ചിനാണ്, ഇംഗ്ലണ്ട് മെയ്ഡാണ്. അതിൻ്റെ ടയർ സൈസൊക്കെ വന്നിട്ട് ഇത് 100-90, അതുപോലെ തന്നെ അപ്പുറത്ത് 100-90 തന്നെയാണ്. രണ്ടും ഉണ്ട്. കുറേ ഒരുപാട് എടുത്ത് ഇതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡ്, ഇതിൻ്റെ ഓയിലിൻ്റെ ഇത്, പിന്നെ ഇത് എവിടെയൊക്കെ ഓരോ ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. അതാണ് ഈ വണ്ടിക്ക് ഇതിലായിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതൊക്കെ ഉണ്ടോ. ഇതൊന്നും ഇപ്പോഴത്തെ വണ്ടി കാണാനേ പറ്റില്ല. അത്രയ്ക്ക് സെറ്റപ്പാക്കി ഇപ്പോഴും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. കുറേ ചോദിച്ചാൽ ഈ സാധനമൊക്കെ എന്താ ചെയ്യുക. ഇതൊക്കെ അന്ന് സ്റ്റോക്കായിട്ട് ഇറങ്ങിയാണ്. അന്നേ സ്റ്റോക്കായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. എന്തായാലും ഇത് വണ്ടി സെറ്റാക്കും. ഉടനെ ഒന്നുമില്ല, ഒരു 5-6 മാസത്തിനകത്ത് എന്തായാലും ഇതൊക്കെ സെറ്റാക്കി വെക്കേണ്ട ഗണത്തിലാക്കും. പിന്നെ ബാക്കിലൊരു സീറ്റുണ്ട്. ഇതിന് പക്ഷേ ഈ ഒരു ഒറ്റ സീറ്റാണ് കുറച്ചുകൂടെ ലുക്ക്. അതാണ് ഈ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് പുറത്തിറക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ വന്നിട്ടുള്ള വീഡിയോ സെറ്റാക്കാം. അതിൻ്റെ മീറ്ററൊക്കെ ഉണ്ടില്ലേ ഉണ്ടോ. പഴയ 10-20 ഇങ്ങനെ ഒരു സംഭവം വരുന്നത് കണ്ടോ. സ്മിത്ത് മീറ്ററാണ്. ഇതും സ്മിത്ത് മീറ്ററാണ്, അതും സ്മിത്ത് മീറ്ററാണ്. പിന്നെ അതിലും കണ്ടോ അതിൻ്റെ പിത്തള, അതൊക്കെ സെറ്റപ്പിലാണ്. ഇതിലധികം പിത്തള, ഇതൊക്കെ പിത്തളായിരിക്കും. ഇതൊക്കെ പിത്തളായിരിക്കും. ഓക്കെ. പക്ഷേ ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, പെയിൻറ്റ് വർക്കിൽ ചെയ്ത പോലത്തെ ഒരു സംഭവമാണ്. അതിൽ പക്ഷേ പിത്തളയിൽ സ്ക്രൂ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു സാധനം. രണ്ട് വർഷം പോലെ. അത് സ്റ്റാൻഡേർഡ് ലുക്ക്, ഇതൊരു ക്ലാസിക് എന്താ പറയുക. രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ഇൻ്റർസെപ്റ്ററിലുള്ള പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടുത്തെ സ്ക്രൂ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ അങ്ങനെ പറ്റില്ല. അതൊരു ബൾബ് സെറ്റ് ചെയ്യണ പോലെ ആയിരിക്കും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ പിന്നെ ആംബിയർ മീറ്ററൊക്കെ ഇവിടെ ഉണ്ട്. കൊള്ളാം. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഇതാണെന്നു കണ്ടോ. ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിലെന്താ, ഇതൊക്കെ ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ലൈറ്റൊക്കെ ആയിരിക്കും. ഹോണ്, ഇതൊക്കെ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് എനിക്കൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അറിയാവുന്ന പയ്യൻ എന്തായാലും പറഞ്ഞുതരും. ഈ സംഭവം എന്തോടാ. ഇത് അമൽ കാർബറേറ്റില്ലേ താഴെ വരുന്ന ഇതിൽ കാർബാണ്. ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അമൽ കാർബാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ചോക്ക് എന്ന് പറയുന്നത് അമൽ കാർബ് എന്ന് പറഞ്ഞ ചോക്കാണ്. അതുകൊണ്ടാണ് ഇതിന്റെ നോബ് മാത്രം ഉള്ളത്. ഓക്കെ. ഇതെന്റെ ഹോണോ? ഇത് ഹോണ്, ഇത് ഡിമ്മിംഗ് ബ്രേക്ക്. ഇതിന്റെ പേര് വന്നിട്ട് റിട്ടാർഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും പഴയ വണ്ടിക്ക് ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും ഇതൊക്കെ എന്താ സംഭവം. അപ്പോൾ അറിയാവുന്നവർ എന്തായാലും കമൻറ്റ് റിട്ടാർഡോ അങ്ങനെ എന്താണ് എനിക്ക് അറിയാവുന്നത്. പിന്നെ ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ചാണ് ഇതാ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ വണ്ടിക്ക് എന്ത് മോഡലായിരിക്കും. ഇതിൻ്റെ കണ്ടോ, ഇതാണ് ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ കാണിച്ചാൽ നമുക്ക് വണ്ടി എടുത്ത് പുറത്തോട്ട് വയ്ക്കാം. നമുക്ക് അതിൻ്റെ ഇടയിലായിട്ട് കറക്റ്റായിട്ട് എടുക്കാൻ. നമുക്ക് ഇന്ന് എന്തായാലും കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വണ്ടിയുടെ കാര്യം തന്നെ പറയാം. ഇതാണ് എനിക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട വണ്ടി. നിങ്ങൾക്കും ഈ രണ്ട് വണ്ടിയിൽ ഏതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. നമ്മളെ കാണാൻ ലുക്കും ഓട്ടിക്കാനും എനിക്കിഷ്ടം തോന്നിയത് ഇതാണ്. കാരണം നല്ല രസമുണ്ട്. നല്ല താന്നിരുന്ന് ഒറ്റ സീറ്റൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും കാണാൻ. ഇതും കൊള്ളാം, വേറെ ഒന്നും പറയാനില്ല. ഇതും കൊള്ളാം, ഇതും കൊള്ളാം. ഓക്കെ. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട് ഇവിടെയും ബുള്ളറ്റ് 350 എന്നൊരു ഇത് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഇതാണ്. ഇവിടെ ഓയിലിൻ്റെ സംഭവം. പിന്നെ ഇവിടെ ഗിയർ സീറ്റ്. ഇതിൻ്റെ ഗിയർ അറിയാമല്ലോ, അപ്പുറ സൈഡല്ല ഇപ്പുറ സൈഡാണ്. പഴയ വണ്ടിക്കൊക്കെ ഉള്ളവർക്ക് പോലെ തന്നെ ഉള്ളതുപോലെ തന്നെ ഇതിനും ഇപ്പുറത്തും അപ്പുറത്തൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് താഴോട്ടും ബാക്കിയെല്ലാം മുകളിലോട്ടാണ്. പുതിയ വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് മേളിലോട്ടും ബാക്കിയെല്ലാം താഴോട്ടാണ്. അപ്പം എന്തായാലും കുറച്ചുകൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ആയിട്ട് നമ്മൾ രണ്ടുപേരും മാറി മാറി പറഞ്ഞു തരാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് വന്നിട്ട് ആൽബിനോ ഗിയർ ബോക്സ് എന്ന് പറയും. അതിൻ്റെ ക്ലച്ച്
ഔട്ടർ എന്ന് പറയുമ്പോൾ അത് ഇവിടെയാണ്. മറ്റേ വണ്ടിക്ക് വരുമ്പോഴേക്കും അത് അവിടെ നിന്ന് കറങ്ങി ഇതാ ഇവിടെയാണ് വരുന്നത്, ഇതുപോലെ വെളിയിലല്ല. ഓക്കെ, അതാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ട് വണ്ടിക്ക് ഓരോരോ വ്യത്യാസങ്ങൾ കണ്ടില്ലേ. ഇപ്പോഴത്തെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം, എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഓരോ സാധനങ്ങൾ. ഇതിൻ്റെ ഗിയർ ബോക്സ് റൈറ്റ് സൈഡ് ഗിയർ ബോക്സ് ആണ്. ഇതുപോലെ തന്നെ ഫസ്റ്റ് താഴോട്ടും ബാക്കിയെല്ലാം മുകളിലോട്ടാണ് 4 ഗിയർ വരുന്നുണ്ടോ. ഇതിൻ്റെ ഇതുപോലും ഇതുവരെ തേഞ്ഞ് പോയിട്ടില്ല ഉണ്ടോ. പിന്നെ ഇതിൻ്റെ ഓയിൽ ലെവൽ നോക്കുന്ന സ്റ്റിക്ക് എന്ന് പറയുമ്പം ഇതുപോലെ ആയിരിക്കും ഉണ്ടോ, ഓയിലില്ലേ? ഓയിലുണ്ട്, പക്ഷെ ആ വണ്ടിക്ക് വരുമ്പോഴേക്കും അതിന് ഇതുപോലെ സ്റ്റിക്ക് ടൈപ്പ് ആയിരിക്കും. അത് ഇതുപോലെ സ്റ്റിക്ക് ടൈപ്പ് ആയിരിക്കും. പഴയ വണ്ടിക്ക് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടോ എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് പറയിക്കേണ്ടത്, അവനെ കൊണ്ട്. അപ്പോൾ എന്തായാലും അവനെ കൊണ്ട് അവനാണ് ഈ വണ്ടി രണ്ടിൻ്റെയും ഓണർ എന്ന് പറയാം. കാരണം അവനാണ് ഇതിൻ്റെ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസല്ല, ഇതിനെ കൊണ്ടൊന്ന് ഇനി കിട്ടിലാക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇതിനെ ഇനി പോളിഷ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ കുറച്ചൊക്കെ അകത്തുള്ള കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. ഒരു വെട്ടത്തിലാണ് ഇരിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്, ഇരുട്ടാണ്. അവിടെ പുറത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു ഇരുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ചുള്ള കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് പിന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്നവനെ അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം പറയാം. പിന്നെ ടാങ്ക് കപ്പാസിറ്റി എത്രയാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 14 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ടാങ്കിനകത്തൊക്കെ അത്യാവശ്യം പെട്രോൾ സൈഡിൽ കിടപ്പുണ്ട്. ഇപ്പോൾ എന്തായാലും പുറത്തൊന്നും ഇറക്കാൻ പറ്റില്ല, കണ്ടോ അത്യാവശ്യം പെട്രോൾ കിടപ്പുണ്ടെന്നോ. അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ അടച്ച് വെക്കുന്ന സെറ്റപ്പ്. ഉണ്ടോ, ലോക്കൊന്നുമില്ല, ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളെ വണ്ടിക്കും പ്രസ് പക്ഷേ ലോക്കുണ്ട്. ഇതിൽ ഇങ്ങനത്തെ പഴയ വണ്ടിയിലെ ഒരു സെറ്റപ്പാണ്. അതിലും അതിനും അത് സാധനം കാണുന്നത്. പിന്നെ ഇവിടെയും ഒരു അടിപൊളി സാധനം കൊടുത്തിട്ടുണ്ടോ. പക്ഷേ ഇതിൻ്റെ എൻജിൻ സൈഡും പവറിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ സൈഡാണ് വരുന്നത് കണ്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈനാമോ ആണ്. ഡൈനാമോ കൺവേർഷൻ വഴിയാണ് ഇതിൻ്റെ പവർ എടുക്കുന്നത്. മറ്റേ വണ്ടിക്ക് വരുമ്പോഴേക്കും ഡൾക്കോ ആയിരിക്കും. ഇതാണ് ഡൈനാമോ എന്നാണോ? ഡൈനാമോ ആണ്, മാഗ്നറ്റ് ചാർജിങ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇത് ലൂക്കാസിൻ്റെ ഒറിജിനൽ ഹോണാണ്. ഇത് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല, നമുക്ക് ബാറ്ററി ഇപ്പം ഇല്ല. 6 വോൾട്ട് ആണ്. ഇതൊക്കെ ഇപ്പം നിലവിൽ കിട്ടുമോ? കിട്ടാൻ കുറച്ച് പാടായിരിക്കും, എങ്കിലും കിട്ടും. ബാറ്ററി കൊടുത്തിട്ടില്ലല്ലേ? ബാറ്ററി ഇല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആവുമല്ലോ. 6 വോൾട്ട് ആണ്, ഇപ്പോൾ എല്ലാം 12 വോൾട്ട് അല്ലേ. ഈ വണ്ടി വന്നിട്ട് 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം 6 വോൾട്ടിൻ്റെ ബാറ്ററി കിട്ടാത്തതുകൊണ്ട് വയ്ക്കണില്ല. അല്ലാതെ തന്നെ വണ്ടി സ്റ്റാർട്ടൊക്കെ ആവും. അതാണ് ബാറ്ററി ഒന്നും ഇല്ലാതെ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ മാഗ്നറ്റിൽ എന്തൊക്കെയാണ് വണ്ടി സ്റ്റാർട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ മഴയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവാതെ ആവും. പിന്നെ കുറച്ച് ചൂടാവേണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങണില്ല. ഇതിൻ്റെ അത്യാവശ്യമാണെങ്കിൽ സ്റ്റാർട്ടായി നമുക്ക് കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടോ. ഫ്രണ്ട് ലുക്ക് കണ്ടോ, കൊള്ളാല്ലേ. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ വന്നിട്ട് സൈഡ് പോർഷനിലാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അതിൻ്റെ ചെയ്സൊക്കെ കാണുമ്പോഴാണല്ലേ ഇതിൻ്റെ നടുക്കൂടെ. കൊള്ളാം. ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാ കാണുന്നത്. ഫ്രണ്ട് 90 ടയർ സൈസ് പറഞ്ഞത്. ഇതിൻ്റെ ഒറിജിനൽ റിമ്മാണ് ഇതാ കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ സ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒറിജിനൽ റിമ്മാണ് കിടക്കുന്നത്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണെന്നോ ഉണ്ടോ. കാണാമോ? കാണുന്ന ഒരു പോസ്റ്റ് ചെയ്ത് വെച്ച് കാണും. അപ്പോൾ ഇതിൻ്റെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എന്ത് വൃത്തിയാണ്. ഓക്കെ, ഇവിടെയും അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാർക്ക് ഒന്ന് നേരത്തെ ഡുവൽ സീറ്റ് വെച്ചതിൻ്റെ മാർക്കിംഗ് ആണെന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലും ഒരു റിഫ്ലക്ടറാണ്. ലൂക്കാസിൻ്റെ ടെയിൽ ലാമ്പാണ്, അതിലും പാറ്റേൺ ഉണ്ട് ഈ ഭാഗത്ത് ഉണ്ടോ. അതിൻ്റെ ലൂക്കാസിൻ്റെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ട് കാണാമോ? കാണാം. ഓക്കെ, അതും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ കണ്ടില്ലേ, ലുക്കല്ലേ എക്സോസ്റ്റ്. എനിക്ക് ആ വണ്ടിയേക്കാളും കൂടുതൽ ഇഷ്ടം ഇതാണ്. കാരണം ഇതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ ഈ റിമ്മും ഒറിജിനൽ റിമ്മാണ്. ഇതും അത് സെയിം തന്നെ കേട്ടോ, ഒറിജിനൽ ഇംഗ്ലണ്ട് മെയ്ഡ് റിമ്മാണ്. പിന്നെ അതിൻ്റെ ടയറൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. ഐസ് വണ്ടി അപ്പോൾ എന്തായാലും നമ്മൾ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൈ കൊണ്ട് അടിച്ച് സ്റ്റാർട്ടായി വെക്കാം. എന്തായാലും നല്ല അത്രയ്ക്ക് കിട്ടില്ല വണ്ടി തന്നെയാണ്. കൈ കൊണ്ട് അടിച്ച സ്റ്റാർട്ടാണോ, ബാക്ക് ഫയർ അടിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് കൈ കൊണ്ട് അടിച്ച് നോക്കാം. അടി സ്റ്റാർട്ടായിട്ടുണ്ട്. ബാക്ക് ഫയറും കാര്യങ്ങളൊന്നും അടിച്ചില്ല. വണ്ടി അടിപൊളിയായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അത്രയ്ക്ക് കിളിക്കുഞ്ഞ് വണ്ടി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടായത്. വാവ്, എന്തായാലും കൊള്ളാം. പഴയ വണ്ടി ഇപ്പോഴും സെറ്റായിട്ടൊക്കെ ഓരോ ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങളതിലുണ്ട് ഇതുപോലത്തെ ഓരോ സെറ്റപ്പ് സാധനങ്ങൾ. എന്തായാലും അടിപൊളി സാധനം. പക്ഷേ വണ്ടി ഓഫ് ചെയ്യണത് ഇതിൻ്റെ ഇടയിലൊരു സംഭവം പിടിച്ചാണ് വണ്ടി ഓഫ് ചെയ്യണത്. അല്ലാതെ വണ്ടി ഗിയർ ഓഫ് ചെയ്യും. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം പിടിച്ച് ഓഫ് ചെയ്യാൻ പറ്റും.
കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിങ്ങനെ ആ ഒരു ഐഡിയൽ സൗണ്ട് ഉണ്ടോ. കൈ കൊടുത്തും കൂടെ കാണിച്ചു തരാം. നമ്മൾ പുതിയ വണ്ടി കൈ കൊടുക്കുന്ന പോലെ ഒന്നും കൈ കൊടുക്കണ്ട. ജസ്റ്റ് ഗൈസ് വണ്ടി ഓഫായി കേട്ടോ. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കണ്ടോ വണ്ടി അടിപൊളിയായിട്ട് ബാക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്നത് ഡ്യൂക്കിൻ്റെ അല്ല, ഡ്യൂക്കിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. മുള്ളൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ചോദിച്ചു. നമുക്ക് എന്തായാലും മുള്ളൻ്റെ വീഡിയോ ഇനി സെറ്റ് ആക്കാം. അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നില്ല. പിന്നെ നിങ്ങളോട് കമൻറ്റാണ് നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനിയും കമൻറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ വീഡിയോ സെറ്റ് ആക്കാം. വണ്ടി ഇതാ അടിപൊളിയായിട്ട് ഇതാ ബാക്കി ഇരിപ്പുണ്ട്. നമ്മുടെ വണ്ടി വീട്ടിലായിട്ട് മഴയായിട്ട് എടുത്തില്ല, അതും വീട്ടിൽ ഇരിപ്പുണ്ട്. അതാ വേറെ ഒന്നും അപ്പുറത്ത് ഇരിപ്പുണ്ട്, ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ കിട്ടില്ല വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് കണ്ടന്റ് എന്തെങ്കിലും ഓർമ്മ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം. ഇതിന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ അടിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് സെറ്റാക്കാം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ അശ്വിൻ ജേസ് എന്നാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും ബൈ ബൈ. പുതിയ വീഡിയോ ഇരുന്നല്ലോ എല്ലാവർക്കും ബൈ ബൈ.